ഇന്നലെ പെരുന്നാളൊക്കെ ആയിരുന്നല്ലോ, ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ഷിംജിദ മുസ്തഫ ഇന്ദുറത്തും ഈദ് മുബാറക് വിഷസ് എവരിവൺ പീസ് ഹാപ്പിനെസ് ഹാർട്ട് ഫുൾ ഓഫ് ബ്ലെസ്സിങ് ദിസ് ടൈം ഹാസ് ടോട്ട് മീ പേഷ്യൻസ് ആൻഡ് ദ സ്ട്രെങ്ത് ഇൻ വേസ് ഐ നെവർ എക്സ്പെക്ടഡ് ഇന്ദുറത്തും നോട്ട് എവറിത്തിങ് നീഡ്സ് എ റിയാക്ഷൻ ട്രൂത്ത് ഹാസ് ഇറ്റ്സ് ഓൺ ടൈം. സത്യം. ഇനി ഞാൻ പാടി കൊളവാക്കുന്നില്ല, എന്റെ സംഗീതം അത്ര നല്ലതല്ലാന്ന് എനിക്കറിയാം. ഡീപ്ലി ഗ്രേറ്റ്ഫുൾ ടു ദോസ് ഹു സ്റ്റുഡ് ബൈ വിത്ത് മീ ലവ് ആൻഡ് സപ്പോർട്ട്. ഇറ്റ് ട്രൂലി മീൻസ് എവറിത്തിങ്. സിസ്റ്റത്തോട് ഒരു നന്ദി അറിയിച്ചിരിക്കുന്നു കുട്ടി. അതാണല്ലോ നമ്മൾ അന്ന് കണ്ടത്. പർദ്ദയൊക്കെ നല്ല മൂടി പൊതച്ച് കാറിൽ കയറ്റി പോലീസുകാർ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോയതല്ലേ. ഇപ്പൊ പർദ്ദയൊന്നും ഇല്ലല്ലേ. മൂവിംഗ് ഫോർവേഡ് വിത്ത് പോസിറ്റിവിറ്റി പീസ് ആൻഡ് സ്ട്രോങ് മൈൻഡ്. പടച്ച തമ്പുരാനെ, എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇതിൽ എഴുതി വെച്ചാല് പുള്ളിക്കാരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത്. ആ ഒരു സപ്പോർട്ട് പിടിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ തന്നെ അവള് പറയാതെ പറഞ്ഞു നോക്കുന്നുണ്ട് അവളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ശരിയല്ലേ? നിങ്ങൾ ഒന്നും കൂടി ഒന്നിരുന്ന് വായിച്ചു നോക്കി. ഇപ്പൊ എല്ലാം മാറ്റി നല്ല രീതിക്ക് ജീവിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. എല്ലാ റിയാക്ഷനൊന്നും ഞാൻ റിയാക്ഷൻ കൊടുക്കില്ല. അത് കൊടുക്കല്ലേ. ആദ്യം നിയമപരമായിട്ട് കേസൊക്കെ ഒന്ന് കഴിയട്ടെ. കേസ് കഴിഞ്ഞാലും ഇവിടെ ചോദിക്കാനുള്ള അത്രേ ഉള്ളൂ, മാനസികമായിട്ട് തളർന്ന് മെന്റലി അത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് അങ്ങനെ മരിച്ചത്. കാര്യം അവളുടെ അവസാനത്തെ ഒരു വീഡിയോ അതുപോലെ പുള്ളീനെ മറ്റൊരുത്ത വർത്താനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ വീണ്ടും എടുത്തിട്ട് കാണിക്കുന്നില്ല. നിങ്ങളെ കണ്ട എല്ലാവർക്കും അറിയാലോ. ആദ്യത്തെ ബസ്സിൽ വെച്ചിട്ടുള്ള മറ്റേ സെൽഫി പരിപാടിയല്ല, അതിനുശേഷം വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട്. എനിക്ക് ഉറപ്പാണ് അത് കേട്ടിട്ട് തന്നെയാണ് അങ്ങനെ തകർന്നു പോയിക്കണം. അങ്ങേറ്റം അതുപോലെ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തും സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയാന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നല്ലോ, അത് കുറച്ചാളും കൊണ്ട് ഇപ്പൊ മാറിക്കിട്ടി എന്ന് വിചാരിക്കുന്നു. ഈ നിയമ സംവിധാനത്തോട് ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ശിക്ഷിക്കണം. എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണം. കാര്യം എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. നാട്ടിൽ ഇറങ്ങി നടന്നാൽ പോലും ആള് സേഫ് അല്ല, അതാണ് അവസ്ഥ. അപ്പൊ ആ പെൺകുട്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയെങ്കിലും ഗവൺമെന്റ് ചെറിയ രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ആ സാധനം കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അത് ഒരു വേറൊരു റോങ് ഇതിലേക്ക് പോകും, റോങ് ഇൻഫർമേഷൻ ആവും. ഇതിൽ കൂടുതലും ചിന്തിക്കാനല്ലോ. അങ്ങേര് ബോറടിച്ചപ്പോ ആത്മഹത്യ ചെയ്തൊന്നല്ലോ. ഈ അങ്ങേരുടെ മാനസികാവസ്ഥയെ കുറിച്ച് ഒന്നും ആരും കുറ്റം കുണയ്ക്കാൻ വരില്ലടി. ഏത് മനുഷ്യനായാലും ചില സമയം കയ്യിൽ നിന്ന് പോകും. എമ്മാരി സാധനമൊക്കെ എനിക്ക് നോർമലായിട്ട് ഒരു ലൈഫ് ജീവിച്ചു പോണ ഒരാൾക്ക് എമ്മാരി സാധനം കിട്ടിയാൽ ഇങ്ങനെ ആവും. ഇവളുടെ കുറെ ശിങ്കിടികൾ ഉണ്ട്, രണ്ടു മൂന്ന് പേര്. ഇവള് അകത്തായ സമയത്തൊക്കെ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് അടിച്ചുകൊണ്ടിരുന്ന കുറെ നാറികൾ. അപ്പൊ അച്ചയ്ക്ക് ഞാൻ വിളിക്കും സത്യം. വേറെ വല്ല കമന്റ് ബോക്സിൽ പോയി ഛർദ്ദിച്ചു എന്തും പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നത് തന്തയില്ലാമത്ര എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാൻ നിൽക്കണ്ട. ഒരു ഫോട്ടോ കിടന്നുണ്ട് ഇട്ടോ കുഴപ്പമില്ല. ജനങ്ങളൊക്കെ ഇപ്പൊ എതിരാണ്. ഇതൊക്കെ ഒന്ന് തീരുമാനമായിട്ട് ഇട്ടിറങ്ങി പോലും ചിലപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇതിന്റെ കമന്റ് ബോക്സ് ആണ് മക്കളെ. ഇനി എന്നാ ജയിലിലേക്ക് തിരിച്ചു പോകുന്നത്? അവിടെ കൂലി കിട്ടിയിട്ടുണ്ട്. അടുത്തിരയെ തേടി നടക്കുകയാണ്. പെരുന്നാള് ബസ്സിലൊന്നും കയറുന്നില്ല. പിന്നെ പർദ്ദയുടെ ആൾ വിളിച്ചിരുന്നു, അത് തിരിച്ചു കൊടുക്കാൻ. അതാരടാ? അടുത്ത ബസ് യാത്ര കമന്റ് ബോക്സ് ഉണ്ടല്ല നിന്ന് കത്തിക്കൊണ്ടിരിക്കുക. ഒരുത്തനെ കൊന്നിട്ട് അവളുടെ ഒരു ഫോട്ടോഷൂട്ട്. ഈദ് മുബാറക്. അത് ഏത് ഫുണ്ടേ? അത് അങ്ങനെ കുറെ വാണങ്ങളുണ്ട്. ഈദ് മുബാറക് സജീദ് അയ്യങ്കി മുസ്തഫ പീറ്റി ഈദ് മുബാറക് ചങ്ങാതി. ഓ ചങ്ങാതിയാണ്. സ്ത്രീകള് പോലും നല്ല ഊള കമന്റാണ് അടിച്ച് കേച്ചിട്ട് കൊടുത്തേക്കണേ. നിങ്ങൾ വേണേരുന്ന് വായിച്ച കമന്റ് ഒക്കെ. അത് ഞാൻ വായിച്ച് ചിരിച്ചൊരു ഭാഗ്യമായി. ചിഞ്ചിതയുടെ കേസിൽ പലരും ചോദിക്കുന്നതിന് എന്തായ അവസ്ഥ. ഞാൻ എന്റെ അറിയാവുന്നൊരു വക്കീലിനോട് ചോദിച്ചപ്പം അതിന്റെ ചാർജ് ഷീറ്റ് ഇപ്പോഴും എത്തിയിട്ടില്ല, കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് മനസ്സിലായില്ല അങ്ങോട്ട്. കറക്റ്റ് കുറച്ച് ദിവസം ഒരാഴ്ച മുമ്പാണ് പറഞ്ഞത്. വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയതിനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാൽ കുഞ്ഞും അമ്മയും മരിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. ചാവക്കാട് എടക്കഴിയോ പഞ്ചവടി കല്ലുവളപ്പിൽ 43 വയസ്സുള്ള ഇബ്രാഹിമിനെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മനഃപൂർവ്വമായ നരഹത്യ പ്രകാരമാണ് അറസ്റ്റ്. ഇക്കഴിഞ്ഞ ജനുവരി 6-ന് ഇബ്രാഹിമിന്റെ ഭാര്യ മുക്സിന എടക്കഴിയൂരിലെ വീട്ടിൽ വെച്ച് 7ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ജനുവരി 10-ന് കുഞ്ഞു മരിച്ചു. പ്രസവത്തിനു ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ ഇപ്പോഴും മന്ദമില്ലാത്ത കുറച്ച് തലയിൽ തൊപ്പിട്ട് നടക്കുന്നതാ ഇവരെ പോലെയുള്ള കുറച്ച് വേട്ടവളയന്മാര്. എടാ പ്രസവം ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരെ നമ്മൾക്ക് കൊണ്ടുപോയി കൊടുക്കാണ്, നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ഇവരെ പോലെയുള്ള ദീന് തലക്ക് പിടിച്ചിട്ട് നടക്കുന്ന മതഭ്രാന്തന്മാരാണ് പെണ്ണിനെ ഒരു മെഷീന് പോലെ ഇവിടെ കണ്ടിട്ട് സ്വന്തം പേരിൽ തന്നെ ഇവിടെ പ്രസവിപ്പിക്കണത്. ഇതൊക്കെ എന്താണെന്ന് അറിയാം? അതായത് ഹോസ്പിറ്റലിൽ കൊണ്ടാൻ വേണ്ടി പറയും അത് ഇസ്ലാമിനോട് എതിരാണ്, അത് ദീനിനോടെ പുറത്തു പോകും എന്നൊക്കെയാണ് ഇവനെ പോലെയുള്ള ആൾക്കാരുടെ ചിന്താഗതികൾ. ഇതിപ്പോ കാരണം കൂടെ എന്തായി? ഒരു കുട്ടി അങ്ങോട്ട് മരിച്ച്, ആ പെണ്ണും അങ്ങോട്ട് മരിച്ച് 7 കുട്ടികൾക്ക് ജന്മം ഇവിടെ നൽകിക്കണേ. ഇനിയിപ്പോ ആ 7 കുട്ടികൾ ഇവിടെ വയ്യാതായിരിക്കാം ഈ ഒരു മതഭ്രാന്തനെ കൊണ്ട്. ഇത് മതഭ്രാന്ത് തന്നെ ഇവിടെ പറയുള്ളൂ, അല്ലാതെ ഇതൊന്നും ഇതിനപ്പുറത്ത് കൂടെ പറയാൻ പറ്റൂല. ഇവിടെ എന്താ എത്ര ആൾക്കാർ ഇവിടെ മുസ്ലിംസുകളായിട്ടുള്ള എത്ര ഇവിടെ ആൾക്കാർ ഇവിടെ ഹോസ്പിറ്റലിൽ ഇവിടെ പോണത് എല്ലാവരും ഈ പേരന്റെ ഉള്ളിൽ ഇതാക്കണത് അല്ലല്ലോ. ഇവനെ പോലെയല്ല തലയിൽ തൊപ്പിട്ട് കാണാൻ നടക്കുന്ന മതം പറഞ്ഞു നടക്കുന്ന ചില മൂല്യാക്കന്മാരാണ് കെട്ടിയ പെണ്ണിനെ വരെ ഹോസ്പിറ്റലിലേക്ക് വിടാതെ പ്രസവമാണെങ്കിൽ പ്രസവം പെരീന്നലെ പ്രസവിച്ചാൽ മതി എന്ന് പറഞ്ഞാണ്ട് അവിടെ നിൽക്കാണ്ട് എന്ത് ചെയ്യണത് ഉണ്ടാക്കണത്. ഒരു പ്രസവം വരേക്ക് ഹോസ്പിറ്റലിലേക്ക് വിടാതെ അത് പെരന്റെ ഉള്ളിൽ തന്നെ കുത്തിർപ്പിച്ച് കണ്ട് എന്ത് ചെയ്യുക, ഈ പെരന്റെ പേക്കാണെങ്കിൽ പേരെടുക്കുക. മറ്റുള്ള പെണ്ണുങ്ങൾക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂല, പ്രസവിക്കുന്ന പെണ്ണിന്റെ ശരീരം കാണാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ് ഇവന്റെ ഒരു ധാരണ. അത് കാരണം കൊണ്ടായിരിക്കണം ആ പെണ്ണിനെ പെരിത്തന്നെ നേടെ പ്രസവിച്ചിട്ട് എന്തിനാണടാ ഇതേമാതിരി മതാണ് വലുതെന്ന് പറഞ്ഞാണ്ട് ഇതേമാതിരി ഒരു പെണ്ണിന്റെ ജീവിതം വരാൻ വേണ്ടി ഇല്ലാതാക്കണത്. ഇങ്ങനെയും കുറച്ച് കോട്ടുകഥകളി ഇന്നത്തെ കാലത്ത് എന്തിനാണ് ഇത്ര വലിയ ഇടങ്ങാറാക്കിയാണ്ട് ചെയ്യണം പ്രസംഗങ്ങൾ എന്തിനാ ചെയ്യണ ആവശ്യം? കൊന്ന് കളഞ്ഞല്ലേ ഈ ഒരു മതഭ്രാന്ത് തിരക്ക് പിടിച്ചിട്ടുള്ള ഇവനെ അല്ലേ? അവൻ ഉസ്താദല്ല,
തൊപ്പിയും താടിയും ഉണ്ടെങ്കിൽ ഉസ്താദ് ആവില്ല. ഇസ്ലാമിൽ ഒരിക്കലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ പാടില്ല എന്ന് പറയുന്നില്ല. അത് അവൻ്റെ അഹങ്കാരം മൂത്തിട്ട് കാണിച്ച പോക്കൂത്ത് ആണത്. അവനും അവൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാരുടെയും പോരായ്മയാണ്. ഭാര്യയുടെ പ്രസവം വീട്ടിൽ നടത്തുന്നില്ല. നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കാനേ ശ്രമിക്കുകയുള്ളൂ. അപ്പം നിങ്ങളെ പരിപാടി നടക്കട്ടെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ചെതറട്ടെ. ഇത് ഒരു പ്രൈവറ്റ് ബസ്സാണെങ്കിൽ കാണാമായിരുന്നു.